Hi guys, welcome to my YouTube channel Glam and Glide with Arathi. കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫൈനലി എൻ്റെ അടുത്ത് അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പം +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും മെജോറിറ്റി ഉള്ളത്. അപ്പം അവർക്കിപ്പോൾ ഒരു തോട്ട് വരുന്നുണ്ടായിരിക്കും, ഇനി +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ എങ്ങനത്തെ കോഴ്സാണ് എടുക്കുക. അപ്പം കുറച്ച് പേരൊക്കെ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു അപ്കമിങ് ക്യാബിൻ ക്രൂ ആണ്. ഞാൻ സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പം എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ എൻ്റെ ഈ ക്യാബിൻ ക്രൂ ജേർണിയിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരെയും പോലെ തന്നെ എനിക്കും എൻ്റെ ചെറിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്കുള്ളൊരു ആഗ്രഹമായിരുന്നു എയർ ഹോസ്റ്റസ് ആവണം. അതെന്താ, ഫുള്ള് മേക്കപ്പൊക്കെ അടിച്ച് നല്ല ഗ്ലാമറസ് ജോലി ആയിരുന്നല്ലോ. അപ്പം എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു വന്നു മുതൽ. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഞാനിവിടെ വീട്ടിൽ പറഞ്ഞു എനിക്കിങ്ങനെ എയർ ഹോസ്റ്റസ് ആവണം, അതിന് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പറ്റില്ല, ഡിഗ്രി എന്തായാലും എടുക്കണം, ഇപ്പോൾ ഡിഗ്രി മാൻഡേറ്ററി ആണ്. അപ്പോൾ ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഡിഗ്രി എടുത്തു. ഞാനിപ്പോൾ വിചാരിക്കുന്ന ആ ഡിഗ്രി എടുത്ത് വളരെ നന്നായി. ഡിഗ്രി എടുത്തിട്ട് ഡിഗ്രി കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ക്യാബിൻ ക്രൂ ആവണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഓക്കെ, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഒരു എയർലൈനിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഏത് എയർലൈനിലേക്ക് ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് കയറാൻ പോകുന്ന വഴിയെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ആ എയർലൈനിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് റൗണ്ട് പാസ്സായി, സെക്കൻഡ് റൗണ്ട് പാസ്സായി, തേർഡ് റൗണ്ടും പാസ്സായി. എന്നിട്ട് എന്താണ്, ഫുള്ള് കഴിഞ്ഞ് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ്റെയും കാര്യങ്ങളൊക്കെ സമയത്താകുമ്പോൾ അവർ പറഞ്ഞു ഇനി നമുക്ക് ഒരു NOC കൂടെ കിട്ടാനുണ്ട്, സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഏകദേശം 1 ഇയർ ഗ്യാപ്പ് എടുത്ത് ഞാൻ അങ്ങനെ ഇരുന്നു. ആ 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പം അവർ നമ്മളേക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, സെലക്ഷൻ കിട്ടിയ ക്യാബിൻ ക്രൂസ് ഒന്നും കൂടെ വരണം, അവർക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോയി. ഫസ്റ്റ് റൗണ്ട് നമ്മളുടെ CV, അതുപോലെ തന്നെ ഹൈറ്റ്, വെയ്റ്റ്, BMI കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലായിരുന്നു. ആ റൗണ്ടിൽ ഞാൻ പാസ്സായി. സെക്കൻഡ് റൗണ്ട് നമുക്ക് വരുന്നത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനാണ്, GD ആണ്. അതായത് നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമുക്കൊരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പം അതിലും ഞാൻ പാസ്സായി. തേർഡ് റൗണ്ട് വരുന്നത് നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. അതായത് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും, എന്നിട്ട് നമ്മളതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുക. അത് അവിടെ മെയിൻലി ഫോക്കസ് ചെയ്ത് നമ്മളുടെ നോളജ് കാര്യങ്ങൾ മാത്രമല്ല, നമ്മളുടെ ലാംഗ്വേജ് എങ്ങനെയുണ്ട് അറിയാമല്ലോ. എയർലൈൻ ഇൻഡസ്ട്രിയിലെ മാൻഡേറ്ററി ആയിട്ടുള്ള ലാംഗ്വേജാണ് ഇംഗ്ലീഷ് നമ്മൾ ഫ്ലുവൻ്റ് ആയിരിക്കണം, അതിലൊരു കോംപ്രമൈസും കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പം ആ ഒരു പേഴ്സണൽ റൗണ്ടിൽ അവർ മെയിനായിട്ട് നോക്കുന്നത് നമ്മളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിൽ പാസ്സായി. അങ്ങനെ 3 റൗണ്ടും ഞാൻ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് നമുക്ക് LOI കിട്ടിയിട്ട് നമ്മളുടെ ബോണ്ടും കാര്യങ്ങളൊക്കെയാണ് സൈൻ ചെയ്ത് അയച്ചു. അങ്ങനെ ആ ഒരു സ്റ്റേജ് ക്ലിയറായി. ഇപ്പം ഇനി ഞാൻ ഇന്ന് പോണ്ടിച്ചേരിയിലോട്ട് പോവാണ്. വേറൊന്നുമല്ല, നമ്മളുടെ യൂണിഫോം മെഷർമെൻറ്റും ബാക്കി ഡോക്യുമെൻറ്റേഷൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെയൊക്കെയാണ് ഓരോ പ്രോസസ്സ് പോകുന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഇനി പുതിയതായിട്ട് അപ്കമിങ് ക്യാബിൻ ക്രൂസ് വരാനുണ്ടായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടാ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഇങ്ങനെ എയർ ഹോസ്റ്റസ് ആവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏവിയേഷൻ ഫീൽഡിൽ വരാൻ താല്പര്യമുണ്ട്, അപ്പം നീ ഏത് കോഴ്സ് എടുത്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ ഏത് കോഴ്സ് എടുത്തിട്ടാണ് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ പ്രിഫർ ചെയ്യില്ല, ഒരിക്കലും ഞാനൊരു കോഴ്സ് എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പ്രിഫർ ചെയ്യില്ല. കാരണം കോഴ്സ് എടുത്ത് പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുക ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏവിയേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ആവാൻ, അല്ലെങ്കിൽ ഈ ഒരു ഏവിയേഷൻ ഫീൽഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓരോ എയർലൈൻസിനും അതിൻ്റേതായ വെബ്സൈറ്റ്സ് ഉണ്ടായിരിക്കും. സോ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ കരിയേഴ്സിൽ കയറിയിട്ട് ഏതൊക്കെ വേക്കൻസീസാണ് വരുന്നത് എന്ന് നോക്കുക. എന്നിട്ട് ആ വേക്കൻസീസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ആ വേക്കൻസിയിൽ ഏത് വേക്കൻസിയാണ് നിങ്ങൾ നോക്കുന്നത് അതിലോട്ട് അപ്ലൈ ചെയ്തിടാം. പിന്നെ അവരുടെ ഇൻവിറ്റേഷൻ മെയിൽ കിട്ടും, നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ മെയിൽ കിട്ടും. സോ ആ ഇൻവിറ്റേഷൻ മെയിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അവർ നമ്മളുടെ ലാംഗ്വേജ് ഉണ്ടോ എന്നാണ് ആദ്യം മെയിനായിട്ട് അവർ നോക്കുക. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ BMI ടാലി ആയിരിക്കണം. ഗേൾസ് ആണെങ്കിൽ 80 × 22 ആണ് അവരുടെ BMI റേഞ്ച്.
അതായത് പിന്നെ ഏജിനനുസരിച്ചിട്ടും കൂടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 162 ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് വെയിറ്റ് വരാൻ പാടുക ഒരു മാക്സിമം 58, അതിൽ കൂടുതൽ കൂടാൻ പറ്റില്ല. ആ ഒരു ലെവലിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കൊണ്ടുവരണം. നമ്മളുടെ ഹൈറ്റും വെയിറ്റും ടാലിയാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ തന്നെ പകുതി നമ്മൾ ഓക്കെ ആയി. പിന്നെ പകുതി വരുന്നത് നമ്മളുടെ ലാംഗ്വേജാണ്. നോളജും ഏകദേശം ഒന്ന് വേണം. അതായത് ഏത് എയർലൈനിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആ എയർലൈനിൻ്റെ സൈറ്റ് കയറിയിട്ട് അവരുടെ എബൌട്ട് നോക്കിയിട്ട് എന്താണ് ആ എയർലൈനിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, നന്നായിരിക്കും. അപ്പം അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്. ഇൻ്റർവ്യൂവിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഫസ്റ്റ് റൗണ്ട് നമ്മളുടെ CV, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ BMI കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുക. മാത്രമല്ല നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും പാടോ കാര്യങ്ങളോ ഉണ്ടോ, എന്തെങ്കിലും സ്റ്റിച്ച് മാർക്കോ അല്ലെങ്കിൽ ടാറ്റൂസോ അല്ലെങ്കിൽ കാണുന്ന ഭാഗത്ത് വിസിബിൾ ഏരിയാസിൽ എന്തെങ്കിലും സ്കാർ മാർക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് ആയിരിക്കും. അത് എല്ലാ എയർലൈനിലും ഓരോ ലെവലിലായിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും വരിക. ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോകുമ്പം നമ്മൾ ഫസ്റ്റ് കയറി സംസാരിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും സേഫ് റൗണ്ട്. അവസാനത്തേക്ക് ഒരിക്കലും വരാതെ നമുക്ക് ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കേ വരുള്ളൂ. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ജനറൽ ടൈപ്പ് ടോപ്പിക്കേ വരുള്ളൂ. സോ ആ ടോപ്പിക്കിനെ പറ്റി കയറി അങ്ങ് സംസാരിച്ചോളാം. ലാംഗ്വേജ് അവർ മെയിൻലി ഫോക്കസ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ പറയുന്നതല്ല, എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മളുടെ വോയിസ് മോഡുലേഷൻ, നമ്മളുടെ ബോഡി സ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അവർ നമ്മളെ ഗ്രൂമിങ്ങും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. സോ ഗ്രൂമിങ് പക്കയായിരിക്കണം. നമ്മൾ ഓരോ എയർലൈനും അവരുടേതായ ഗ്രൂമിങ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. സോ ആ ഒരു ഗ്രൂമിങ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുക. ഫോർമൽ അറ്റയർ ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ നമുക്ക് വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് സ്കേർട്ട് അങ്ങനെ ആവാം. അല്ലെങ്കിൽ നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഷർട്ടായിരിക്കണം എപ്പോഴും വെയർ ചെയ്യുക. ഡാർക്ക് ഷെയ്ഡില്ലാതെ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഷർട്ട് വെയർ ചെയ്യാം. ഇനി ഞാൻ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുക സ്കേർട്ടായിരിക്കും. കാരണം നമ്മളുടെ മാർക്സും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സ്കേർട്ടായിരിക്കും നന്നായിരിക്കുക. പിന്നെ സ്കിൻ കളർ സ്റ്റോക്കിങ്സ് മേടിക്കുക, ഫോർമൽ ഷൂവും കാര്യങ്ങളും വെയർ ചെയ്യുക. ഇതായിരിക്കും മെയിൻലി അവർ നോക്കുന്നുണ്ടായിരിക്കുക. പിന്നെ മാത്രമല്ല നമ്മളുടെ നെയിലിൽ 2 ഹാൻഡിലെ നെയിൽസിലും നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ നമ്മളുടെ ഹെയർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ടൈ ചെയ്ത് വെക്കണം. എവിടെ ഈ ബേബി ഹെയർസും കാര്യങ്ങളൊന്നും എവിടെയും പൊങ്ങി നിൽക്കാൻ പാടില്ല. ജെല്ലും കാര്യങ്ങളൊക്കെ തേച്ച് നല്ല ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കണം. പിന്നെ വരുന്നത് ആ ഒരു ഗ്രൂമിങ് റൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെയിൻലി വരുന്നത് എന്തായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ BMI, പിന്നെയാണ് ഈ ഗ്രൂമിങ്ങും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ. ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത്. ഈ ഇൻ്റർവ്യൂ ക്രാക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ട്രെയിനിങ് പീരീഡാണ്. ഏകദേശം ഒരു 3-4 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഡിപ്പെൻഡ്സ്, ഓരോ എയർലൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എങ്ങനെ പോയാലും ഒരു 2 മാസത്തിൽ കൂടുതൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ട്രെയിനിങ് പീരീഡിൽ നമുക്ക് എന്താണ് എയർലൈൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള A to Z കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. സോ അപ്പോൾ നമ്മൾ വെറുതെ ഒരു പൈസ മുടക്കിയിട്ട് ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏവിയേഷൻ കോഴ്സ് പഠിക്കേണ്ട കാര്യമില്ല. ഇതിന് നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളും ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ ഏത് എയർലൈനാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ആ എയർലൈനിനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള നോളജും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. +2 കഴിഞ്ഞ് പെട്ടെന്ന് ഏവിയേഷൻ കോഴ്സ് എടുത്തിട്ട് ക്യാബിൻ ക്രൂ ആയിട്ട് പോകണമെന്ന് ചാടിക്കയറി നിൽക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു ഡിഗ്രിയും കൂടെ എടുത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം +2 കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഏവിയേഷൻ കോഴ്സ് പഠിച്ചിട്ട് ക്യാബിൻ ക്രൂ ആവാം എന്ന് പറയുന്നുണ്ട്. ക്യാബിൻ ക്രൂ ആവാൻ ശരിയാണ് +2 മതി. പക്ഷേ ഇൻ കേസ് നമുക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ഗ്രൗണ്ട് സ്റ്റാഫിലോട്ട് നോക്കാം. ഗ്രൗണ്ട് സ്റ്റാഫിലോട്ട് നമുക്ക് ഡിഗ്രി മാൻഡേറ്ററി ആണ്. അപ്പം നമുക്കറിയാലോ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല പൊസിഷൻസും കാര്യങ്ങളും കിട്ടും. സോ ഒരു ഡിഗ്രി കയ്യിലുണ്ടാവണം എന്നാണ് ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പം ഞാനൊരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ ഒരിക്കലും റെഫർ ചെയ്യില്ല. ഇനി നിങ്ങൾക്ക് കോഴ്സ് എടുത്ത് പഠിച്ചേ മതിയാവൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് ജോയിൻ ചെയ്തോളൂ. പിന്നെ അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ന്യൂ ആയിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ബാക്കി വീഡിയോസ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയിട്ട് കാണാം. പോണ്ടിച്ചേരി എത്തിയിട്ട് അല്ലെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോണ വഴി ബാക്കി നമുക്ക് കാര്യങ്ങൾ അറിയാം. ഓക്കെ.